ഹരിയേട്ടാ എനിക്ക് ലെറ്റർ വല്ലതും ഉണ്ടാ? ആന്റിമാരിപ്പോ പോസ്റ്റ് വഴിയാണോ നിനക്ക് ലെറ്റർ അയക്കുന്നത്? ആക്കല്ലേ, ഇതാ ഡാൻസ് ടീച്ചർക്കുള്ള ലെറ്റർ ആണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? സാറല്ലേ, ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം. അതെ, ഞാൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവും. വാതിലുള്ളിൽ നിന്ന് കുറ്റിയിടരുത്. നീ അവനെ കണ്ടോ? അഭിയല്ലേ, അവനെ കാണുകയും ചെയ്തു, ആ ഡോക്യുമെന്റ്സ് കൊടുക്കുകയും ചെയ്തല്ലോ. അവന് സുഖാണോ? ഈ മെലോ ഡ്രാമയൊക്കെ നിർത്തി നിങ്ങൾക്ക് അവനെ ഒന്ന് ഫോൺ ചെയ്തൂടെ? അതെങ്ങനെ വാശിയല്ലേ രണ്ടെണ്ണത്തിനും? വാശി നല്ലതല്ലേ? ഞാൻ പോവാ. ചേട്ടാ ചേട്ടാ എപ്പത്തി? അത് ഇത് അത് ദിയ. ഏത് ദിയ? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തു. ഞാൻ എന്ത് പറഞ്ഞു? ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യം ലക്നൗ ടു ബാംഗ്ലൂർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ അവൾക്ക് പോസ്റ്റ് ചെയ്തു. അത് കിട്ടിയതിൻ്റെ പിറ്റേന്ന് വെളുപ്പിന് അത്യാവശ്യം സാധനങ്ങളും എടുത്ത് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ, അടുത്ത ട്രെയിനിന് ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് എറണാകുളം. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ സ്റ്റോപ്പിൽ ചെന്ന് വെയിറ്റ് ചെയ്തു. എങ്ങനുണ്ട്? എടാ ടോവി, അരുണ ഹിന്ദിക്കാരി പെണ്ണിനെ ശരിക്കും വിളിച്ചിറക്കി കൊണ്ടുവന്നടാ. ഇപ്പൊ വീട്ടിലുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? അതവളായിരുന്ന. ഞാനിപ്പോ തന്നെ ചാല മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ ബ്ലാങ്കറ്റ് കടയിൽ നിന്ന് അന്ന് പറഞ്ഞ നെല്ലിക്കില്ലേ, അത് വാങ്ങി കടിച്ചു നോക്കിട്ട് പറഞ്ഞാ മതിയാ. ടോവിനോ, ശവത്ത് കുത്തല്ലേടാ. പിന്നല്ലാണ്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾക്കൊക്കെ എന്തൊരു പുച്ഛായിരുന്നു. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഒരു മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് രണ്ടിനെയും വേഗം പിടിച്ച് കെട്ടിക്കാൻ നോക്ക്. പിന്നെ ആ തിരുക്കർമ്മം ചെയ്യുന്നതിന് മുമ്പ് വീരകാമകരോടൊന്ന് ചോദിക്കണം, പെണ്ണിന് 18 വയസ്സ് തികഞ്ഞോന്ന്. എടാ, അവൾക്ക് 18 വയസ്സായല്ലോ അല്ലേ? ഒരു 18 മാസം കഴിഞ്ഞാലേ 18 വയസ്സാകും. എടാ ടൊവിനോ, 18 എന്ത്? കുറച്ച് സമയമെടുക്കും. ഇപ്പൊ കിളി പറഞ്ഞാ ശരിയാവില്ല. ടൊവിനോ, പ്രായം തികഞ്ഞിട്ടില്ലടാ. സന്തോഷ് ട്രോഫി. എന്തായാലും ഒരു പണി, നമ്മുടെ കാക്കനാട് സിഗ്നലിന്റെ അടുത്ത് എൻ്റെ ഒരു അങ്കിളുടെ വീടുണ്ട്. അതിന്റെ താക്കോൽ എൻ്റെ അല്ല, പുള്ളി ഖത്തറില. അവിടെ വലിയ ആളൊന്നുമില്ലാത്ത സ്ഥല. തൽക്കാലം രണ്ടിനോടും അവിടെ പോയി നിന്ന് സുഖിച്ചോളാൻ പറ. ഇങ്ങോട്ട് വന്നേ. ശരിക്കും നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാണ്, 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ആ സാധനത്തിന് പുറം ലോകം കാണിച്ചാൽ നിന്നെയും കൊല്ലി ഞാനും ചാവും. ഒരു കാലത്തും നീ എനിക്ക് ഫോൺ ചെയ്യരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. മനസ്സിലായല്ലോ? മനസ്സിലായി.